ഹേ എവരിവൺ, അപ്പോൾ നമ്മളിന്ന് പാൻറ്റി ലൈനേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും പാൻറ്റി ലൈനേഴ്സിനെ പറ്റി അറിയായിരിക്കും. എന്നാലും ചില ടീനേജ് കുട്ടികൾക്കും ടീനേജ് അല്ലാത്തവർക്കും ഒക്കെ പാൻറ്റി ലൈനേഴ്സിനെ പറ്റി അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിറോണ എന്നുള്ള ബ്രാൻഡിൻ്റെ പാൻറ്റി ലൈനറാണ്. പാൻറ്റി ലൈനർ എന്ന് പറയുമ്പം നമ്മുടെ ഈ സാനിറ്ററി പാഡില്ലേ, നമ്മുടെ മെൻസ്ട്രൽ സമയത്ത് യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡിൻ്റെ ഒരു മിനി ഫോം എന്ന് പറയാം. ഭയങ്കര തിന്നായിട്ടുള്ളതാണ് ഈ പാൻറ്റി ലൈനേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമ്മുടെ പാഡിലുള്ളതുപോലെ തന്നെയാണ് ബാക്കിൽ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ പാഡ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാൻറ്റീസിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെപ്പോഴൊക്കെയാണ് യൂസ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ചില സമയത്ത് നമുക്ക് ഈ 4ാമത്തെ ദിവസം വരെ പീരീഡ്സ് ആയി, പിന്നെ 5ാമത്തെ ദിവസം നമുക്ക് പീരീഡ്സ് ഇല്ല, പക്ഷേ 6ാമത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് സ്പോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് എന്ന് വരും എന്നുള്ളത് നമുക്കൊരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് പാഡൊക്കെ ആ സമയത്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് നല്ലത് നമുക്ക് ആ സമയത്ത് ഈ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അവിടെ നമുക്ക് എപ്പോഴും വെറ്റായിട്ട് ഫീൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈ എഫക്റ്റ് അവിടെ കീപ്പ് ചെയ്യാനും അത് നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് നമുക്കത് സ്ഥിരം യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ചില വയസ്സായ ആൾക്കാർക്ക് നമ്മൾ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ചെറുതായിട്ട് മൂത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലും നമുക്ക് ഈ പാൻറ്റി ലൈനേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉണ്ടാകുന്നവരില്ലേ, ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക, അതൊരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും ഒരു വെറ്റ് ഫീൽ ഉണ്ടാകുന്നതിനേക്കാളും നമുക്ക് ആ സമയത്തും പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പല ബ്രാൻഡിൻ്റെ പാൻറ്റി ലൈനേഴ്സ് ഉണ്ട്. ഞാൻ എവർടീൻ എന്നുള്ള ബ്രാൻഡിൻ്റെ പാൻറ്റി ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് സിറോണ വാങ്ങിയത്. ഇതും നല്ലൊരു പാൻറ്റി ലൈനറാണ്. നമുക്ക് ഒരുപാട് ബ്രാൻഡ് ഇപ്പം പാൻറ്റി ലൈനേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് ബ്രാൻഡ് വേണോ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സംഭവമാണ് പാൻറ്റി ലൈനർ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സേഫാണിത്. നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് നമ്മുടെ പാഡ് എങ്ങനെയാണ്, സാനിറ്ററി പാഡ് എങ്ങനെയാണ്, സാനിറ്ററി നാപ്കിൻ എങ്ങനെയാണോ നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ നമുക്ക് പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.